അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈന്തപ്പഴമൊക്കെ ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പം കുറച്ചധികം ഈന്തപ്പഴം വീട്ടിൽ വാങ്ങിച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ഈന്തപ്പഴമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ചധികം ഈന്തപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈ ഈന്തപ്പഴം. ഊർജ്ജം ലഭിക്കാൻ വേണ്ടി ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ഈന്തപ്പഴത്തിൽ ഉയർന്ന അളവിൽ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കൂട്ടാനും അതുപോലെ തന്നെ വിളർച്ചയൊക്കെ തടയാനും എല്ലുകളുടെ ആരോഗ്യത്തിനുമൊക്കെ ഒരുപാട് നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാനും ഒക്കെ ഈന്തപ്പഴം ദിവസവും കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ണിയാൽ എടുങ്ങാത്ത ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഈന്തപ്പഴം. ഞാനിപ്പോൾ കുറച്ച് കട്ടിയുള്ള ഇതുപോലത്തെ ഒരു ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിലുള്ള ആ കുരുവെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 50 എണ്ണമൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ള ഈന്തപ്പഴം. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതിലൊട്ടും തന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്നവർക്കും ദിവസവും കഴിക്കാവുന്നതാണ്. അപ്പം ഈ ഈന്തപ്പഴം കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഈ ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കുരുവെല്ലാം മാറ്റിയ ഈന്തപ്പഴം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലൊഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എത്ര കപ്പിലാണോ നമ്മൾ ഈന്തപ്പഴം അളന്നെടുത്തിട്ടുള്ളത് അതിൻ്റെ 1 കപ്പ്. അപ്പോൾ 2 കപ്പ് ഈന്തപ്പഴത്തിന് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് പാല് അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈന്തപ്പഴം നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് കട്ടിയുള്ള ഈന്തപ്പഴം ആയതുകൊണ്ടാണ് ഞാൻ പാലൊഴിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് ഈ പാലെല്ലാം വറ്റി വരുന്ന സമയത്ത് ഈന്തപ്പഴം അങ്ങ് സോഫ്റ്റായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് പാലൊന്നും ഇഷ്ടമല്ല, പാലൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി എടുത്താലും മതി. 1 കപ്പ് ചെറു ചൂടുവെള്ളത്തിലേക്ക് 1/4 കപ്പ് പാൽപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാലൊഴിച്ചു കൊടുത്ത് ഇതുപോലെ റെഡിയാക്കി എടുത്താലും മതി. പാല് ഇഷ്ടമല്ലാത്തവർക്ക്. അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കരുത്, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നുകിൽ പാലിൽ ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വെള്ളത്തിൽ പാൽപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. നല്ലതുപോലെ വറ്റി സോഫ്റ്റായി വരണം. ഇപ്പം നമ്മൾ ഒഴിച്ചെടുത്ത പാലൊക്കെ വറ്റി ഈന്തപ്പഴമൊക്കെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ പാല് വറ്റിച്ചെടുക്കാൻ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തിളപ്പിച്ച് ആറിയിട്ടുള്ള പാല് വേണം എടുക്കാനായിട്ട്. നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, ഒരുപാട് ഇനി ഡ്രൈ ആക്കരുത്. ഇനി നമുക്ക് ഇതിപ്പോൾ നല്ല ചൂടല്ലേ, ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളമോ പാലോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈന്തപ്പഴമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഈന്തപ്പഴം നമ്മൾ വേവിച്ച് നല്ല സോഫ്റ്റാക്കി എടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടാവട്ടെ. അപ്പം നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്തതേ ഉള്ളൂ. പഞ്ചസാര കൂട്ടിച്ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. വെള്ള എള്ളാണ് എടുത്തിട്ടുള്ളത്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ആ നെയ്യുമായിട്ട് ഒന്ന് യോജിച്ച് കിട്ടണം. ഒരു 2 മിനിറ്റ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്. ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. തേങ്ങയുടെ വെള്ള ഭാഗം കുറച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നിറം മാറാത്ത രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് ആ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറി ഡ്രൈ ആയി കിട്ടുന്നവരെ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഹെൽത്തിയാണ്. ഡയറ്റ് എടുക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. ഇപ്പോൾ ഇതാ 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ചൂട് ചെറുതായിട്ടൊന്ന് മാറട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് കളറായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ്. ഞാനിപ്പോൾ 10 രൂപയുടെ ഒരു ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ആരോ റൂട്ട് ബിസ്ക്കറ്റിന് പകരം ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. 10 രൂപയുടെ ഒരു പാക്കറ്റിൽ ഒരു 15 ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഉള്ളത്. അപ്പം ഞാൻ ഒരു 4 ആരോ റൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. ഇതുപോലെ പ്രസ് ചെയ്ത് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക. എല്ലാ ബിസ്ക്കറ്റിലും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. 4 ബിസ്ക്കറ്റിലും ഈന്തപ്പഴത്തിൻ്റെ മിക്സ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് 3 വേണമെന്നുണ്ടെങ്കിൽ 3 വെച്ചിട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ 4 എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഈന്തപ്പഴത്തിൻ്റെ മിക്സ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈന്തപ്പഴത്തിൻ്റെ മിക്സ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതാ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാൻ 12 ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 വെച്ചിട്ട് എല്ലാത്തിലും ഈന്തപ്പഴത്തിൻ്റെ മിക്സ് അപ്ലൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഫ്രീസറിലല്ല, 10 മിനിറ്റ് ഫ്രിഡ്ജിലാണ് വെക്കാനുള്ളത്. അപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. ഇത് ബട്ടർ പേപ്പറിൽ നിന്നും ഇതങ്ങ് ഇളക്കി മാറ്റാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഒരു വശം ഒന്ന് കട്ട് ചെയ്തു, ഈ വശം ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഒട്ടും തന്നെ മധുരം ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഡയറ്റ് എടുക്കുന്നവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും ഒക്കെ ഉറപ്പായിട്ടും ഇത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഈന്തപ്പഴവും ആരോ റൂട്ടും വെച്ചിട്ടുള്ള ഈ സ്നാക്ക് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്